ഹലോ, ഹാപ്പി വിഷു. ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങിയ ഒരു സമയമാണല്ലേ ഈ ഒരു വിഷുക്കാലം. പൊതുവെ എല്ലാ ഫെസ്റ്റീവ് സീസണിലും ഒരുപാട് സിനിമകൾ ഇറങ്ങാറുണ്ടെങ്കിലും ഇറങ്ങിയ ഓരോ സിനിമയും നല്ല അഭിപ്രായത്തോടു കൂടി തിയേറ്ററിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ല. അത് വെച്ച് നോക്കുമ്പോൾ സിനിമ ഇൻഡസ്ട്രിക്കും സിനിമ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഈ ഒരു വിഷു വളരെ സ്പെഷ്യലാണ്. ഇന്ന് വിഷു ദിനത്തിൽ ഇറങ്ങിയ ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ടൊവിനോ ചിത്രം പള്ളിച്ചട്ടമ്പിയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. ഒരുപാട് നല്ല സിനിമകൾ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, പള്ളിച്ചട്ടമ്പി പ്രേക്ഷകരെ കുറച്ചധികം നിരാശപ്പെടുത്തി എന്ന് വേണം പറയാനായിട്ട്. ആദ്യം പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് മ്യൂസിക്, ഇത് രണ്ടും ഒരു രക്ഷയില്ലായിരുന്നു. സിനിമയിൽ നമുക്ക് വളരെ കുറച്ച് പോർഷൻസിൽ മാത്രമാണ് ഒരു ഹൈ ഫീലിംഗ് ഉണ്ടായിരുന്നത്. ആ പോർഷൻസിലെല്ലാം മ്യൂസിക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയ് ആണ്. ആസ് ഓൾവേസ് നല്ല രീതിയിൽ ആ ഒരു സിനിമേനെ ഇലവേറ്റ് ചെയ്യാനായിട്ട് മ്യൂസിക്കിന് സാധിച്ചിട്ടുണ്ട്. മ്യൂസിക് പോലെ തന്നെ സിനിമയെ ഹെൽപ്പ് ചെയ്ത മറ്റൊരു ഫാക്ടറാണ് ഫൈറ്റ് കൊറിയോഗ്രഫി. സിനിമയിൽ 2-3 ഫൈറ്റ് സീക്വൻസുകൾ ഉണ്ട്. അതിൽ ചിലതൊക്കെ നല്ല ലെങ്ത് ഉള്ളതാണ്, പക്ഷെ നല്ല രീതിയിലാണ് കോറിയോഗ്രഫി ചെയ്തിട്ടുള്ളത്. നല്ല എൻ്റർടൈനിങ് ആയിട്ട് ഫൈറ്റ് സീക്വൻസുകൾ തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഭാഗത്ത് ബൈബിൾ റെഫറൻസ് സിനിമയിൽ വരുന്നുണ്ട്. ബൈബിളിൻ്റെ മാത്രമല്ല, ചില പാർട്ടി റിലേറ്റഡ് റെഫറൻസസും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോൾ ഉണ്ട്. അത് ആരാണെന്ന് ഇതിനോടകം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഒരു ക്യാമിയോ റോള് സിനിമയുടെ ഒരു എനർജി കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ആ ഒരു എനർജി സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സിനിമയിൽ സാധിച്ചിട്ടില്ല. സിനിമ വർക്കാവാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ ആയിട്ട് എനിക്ക് തോന്നിയത്, ഒരുപാട് കാര്യങ്ങൾ ഒരു ചെറിയ ടൈം ഡ്യൂറേഷനിൽ പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ടല്ലോ, അതാണ് സിനിമയിലുടനീളം എനിക്ക് ഫീൽ ചെയ്തത്. സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ഇമോഷണൽ സീക്വൻസുകൾ ഉണ്ട്. അത് പ്രേക്ഷകനുമായിട്ട് കണക്റ്റ് ആവണമെങ്കിൽ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അത്ര ഗംഭീരമായിട്ട് ചെയ്യണം. പക്ഷേ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഒരു പരാജയമായിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. വളരെ സ്ലോ പേസ്ഡ് ആയിരുന്നു, ഒട്ടും എൻഗേജിങ് അല്ലായിരുന്നു. ഒരു രീതിയിലും പ്രേക്ഷകനെ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻറ്റ്സും ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നില്ല. കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് ആയിരുന്നു കുറച്ചും കൂടെയൊക്കെ നമുക്ക് എൻഗേജിങ് ആയിട്ട് തോന്നിയത്. നെഗറ്റീവ്സിലേക്ക് വരുമ്പം എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൽ കായതുവിൻ്റെ കാസ്റ്റിംഗ് ആണ്. ആൾക്ക് മലയാളം അറിയില്ല എന്നുള്ളത് അത്രയും എവിഡൻ്റ് ആയിട്ട് സിനിമയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടായിരിക്കും ഇത്രയെങ്കിലും ഔട്ട്പുട്ട് അതിന് കൊടുക്കാൻ പറ്റിയത്. ആളുടെ ഡയലോഗ് ഡെലിവറിയും ലിപ്സിംഗും ഒക്കെ വളരെ പരിതാപകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ആക്ടിങ് നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പല ഭാഗങ്ങളിലും, അത് കായതുവിൻ്റെ മാത്രമല്ല, സ്ക്രിപ്റ്റിലുള്ള ഒരു പോരായ്മയായിരിക്കാം, പല ഭാഗങ്ങളിലും ഒരു നാടകത്തിൻ്റെ രീതിയിലാണ് പല സീൻസും എടുത്തു വെച്ചിരിക്കുന്നത്. ഡയലോഗ്സും അങ്ങനെ തന്നെ. പല സീനിലും ആക്ടേഴ്സ് ലിപ്സിങ്ക് കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഡബ്ഡ് ആയിട്ടുള്ള വോയിസ് കയറ്റി വിട്ടേക്കുകയാണ്. അതൊക്കെ വളരെ അരോചകമായിട്ട് സിനിമയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ ക്ലൈമാക്സിന് ശേഷം ഒരു ടെയിലെൻഡ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ഒരു സ്പേസ് ലീവ് ചെയ്തിട്ടായിരിക്കും സിനിമ എൻഡ് ചെയ്യാന്നാണ്. പക്ഷേ ഈ ടെയിലെൻഡിലൂടെ അവർ സെക്കൻഡ് പാർട്ടിൽ എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് അവർ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഒരു അബദ്ധമായി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം സിനിമയിലെ ആ ഒരു മെയിൻ വില്ലന്റെ സീക്വൻസ് ഈ ഒരു ടെയിലെൻഡിലേക്ക് മാത്രമായിട്ട് ഒതുക്കിയപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായ ആ ഒരു മതിപ്പ് കൂടി ഇല്ലാതെയായി പോകുന്ന ഫീലാണ് എനിക്ക് ആ ഒരു ടെയിലെൻഡിൽ നിന്ന് കിട്ടിയത്. അതിലും ഭേദം ഒന്നെങ്കിൽ ആ ക്ലൈമാക്സ് കൊണ്ട് നിർത്തുക, അല്ലെങ്കിൽ സെക്കൻഡിന് ഒരു സ്പേസ് ഉള്ള രീതിയിൽ ഫിനിഷ് ചെയ്യുമായിരുന്നെങ്കിൽ അതായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു ട്രെയിലർ ആണെങ്കിലും അത്ര പ്രോമിസിങ് ആയിട്ടുള്ള ട്രെയിലർ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് വലിയൊരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ തന്നെയാണ് സിനിമയ്ക്ക് പോയത്. പക്ഷേ നമ്മൾ ആ ഒരു ഡിജോ ജോസ് എന്ന് പറഞ്ഞ ഡയറക്ടറിൽ നിന്നും ടൊവിനോയിലും ഒക്കെ വെച്ചിരിക്കുന്ന ആ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, അപ്പം നമ്മളൊരു ബെയർ മിനിമം നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ അത്ര പോലും സിനിമയിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. ആസ് എ ഹോൾ എനിക്ക് സിനിമ ഒട്ടും വർക്കായിട്ടില്ല.